എല്ലാവർക്കും നമസ്കാരം. എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയ മാതിരി ഞാൻ കുറച്ച് ദിവസമായിട്ട് H1N1 പനിയായിട്ട് കിടക്കുകയായിരുന്നു. എൻ്റെ സൗണ്ട് എല്ലാം പോയിരുന്നു. ഇപ്പോൾ 4-5 ദിവസമായിട്ടുള്ളൂ എനിക്ക് സംസാരിക്കാനുള്ളൊരു ആരോഗ്യത്തിലേക്ക് ഞാൻ വന്നത്. എന്നിട്ടും അതിനിടയ്ക്ക് ഒരു ദിവസം ഓടി ഞാൻ പാലക്കാട് വന്നു. അവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെ മുമ്പിൽ എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് രാഷ്ട്രീയമല്ല, എൻ്റെ വ്യക്തിപരമായ സങ്കടമാണ് ഞാൻ പറഞ്ഞത്. എത്രയോ വലിയ നേതാക്കൾ കോൺഗ്രസിലുണ്ടായിട്ടും എൻ്റെ ഏറ്റവും വലിയ സങ്കടം, അവരെല്ലാം അമ്മയുടെ മക്കളെ പോലെ ജീവിച്ച ആരും ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ഇന്നലെ വന്ന ഒരു പയ്യൻ അത് പറഞ്ഞപ്പോൾ ഒരാളും എതിർക്കാനുണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തടഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം അടുത്ത കാലത്തും കൂടി പറഞ്ഞു അമ്മയെ പറയരുത്, അവർ കോൺഗ്രസ്സുകാരുടെ അമ്മയാണെന്ന്. അത് ഞാൻ തിരുത്തുന്നു. കോൺഗ്രസ്സുകാരെ മാത്രം അമ്മയായിരുന്നില്ല എൻ്റെ അമ്മ. അമ്മയ്ക്ക് പാർട്ടിയോ ജാതിയോ മതോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആര് വന്നാലും അവരെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും അമ്മേനെ അക്കാര്യത്തിൽ ഒരു വാക്ക് പോലും കുറ്റം പറയില്ല. അവരൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മേനെ പറ്റി പറയുമ്പോൾ ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നെഞ്ച് പൊട്ടുന്നുണ്ട്. ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ ഒരു കാര്യത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. കാരണം അദ്ദേഹം അത് കഴിഞ്ഞിട്ടൊരു വാക്ക് പോലും എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല. ശരി, ഇങ്ങനൊന്ന് പറ്റിപ്പോയി ചേച്ചി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരാളെയാണോ അവിടെ MLA ആയിട്ട് വേണ്ടത്? അതേമാതിരി എനിക്ക് ഷാഫി പറമ്പിലിനോട് പറയാനുള്ളത്, ഷാഫി, ഇത് കോൺഗ്രസ് ആണ്. ഇങ്ങനെ ഓടി നടന്ന് ക്ഷീണിച്ച് പൈസയും ചെലവാക്കി ഓടിയിട്ട് ഒരു കാര്യമില്ല. ആദ്യത്തെ കുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും. അത് കണ്ടു വളർന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞമാതിരി പാർട്ടി ഉണ്ടാക്കിയ കെ കരുണാകരനെ മുന്നിന്നും പിന്നിന്നും കുത്തി പാർട്ടിയിൽ നിന്ന് ഓടിച്ചവരാണ് പലരും. ഒരിക്കലും അണികളല്ല. അണികൾ അത് ചെയ്യില്ല. അവരിപ്പോഴും ഞാൻ ഈ പ്രസ്ഥാനത്ത് മാറിയിട്ട് പോലും പലരും എന്നെ വിളിച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു.